കാസർഗോഡ് അമ്പലത്തറയിൽ 7 കോടിയോളം രൂപയുടെ നിരോധിത നോട്ട് പിടികൂടി. പ്രവാസിയായ കെ.പി. ബാബുരാജിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് നിരോധിച്ച 2000 രൂപയുടെ നോട്ട് പിടിച്ചത്. പ്രതി അബ്ദുൾ റസാഖിന് 1 വർഷം മുൻപ് വാടകയ്ക്ക് നൽകിയ വീടാണിത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഇതിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? പോലീസ് ഇപ്പോഴും ഇവിടെ പണം എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തറ ഗുരുപുരത്താണ് 7.5 കോടിയോളം രൂപയുടെ നിരോധിത നോട്ടുകൾ കണ്ടെടുത്തത്. 2000 രൂപയുടെ നോട്ടുകളാണ് കണ്ടെടുത്തത്. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. പോലീസ് ഇന്ന് രാവിലെ മുതൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പണം കണ്ടെത്തിയിരിക്കുന്നത്. ഗുരുപുരം സ്വദേശി ബാബുരാജിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് നോട്ടുകൾ പിടികൂടിയത്. പാണത്തൂർ സ്വദേശികളായ 2 പേർക്ക് വാടകയ്ക്ക് കൊടുത്ത വീടാണിതെന്നാണ് പോലീസ് പറയുന്നത്. ബേക്കൽ മൗവൽ സ്വദേശിയായ ഒരാളുടേതാണ് പണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് നടത്തിയ തിരച്ചിലിൽ പ്രദേശത്ത് നിന്ന് വീടിന്റെ പുറത്ത് നിന്ന് 8.5 ലക്ഷം രൂപയുടെ നോട്ടുകൾ പോലീസ് പിടികൂടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പോലീസ് പിന്നീട് പരിശോധന നടത്തിയത്. വൈകിട്ട് 6:30 വീട് കുത്തിത്തുറന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ 2000ന്റെ നോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഈ പണം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി, കാസർഗോഡ് അമ്പലത്തറയിൽ 7 കോടിയോളം രൂപയുടെ നിരോധിത നോട്ട് പിടികൂടി. പ്രവാസിയായ കെ.പി. ബാബുരാജിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് നിരോധിച്ച 2000 രൂപയുടെ നോട്ട് പിടിച്ചത്. പ്രതി അബ്ദുൾ റസാഖിന് 1 വർഷം മുൻപ് വാടകയ്ക്ക് നൽകിയ വീടായിരുന്നു ഇത്. വിശദാംശങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.